الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. അഭിവന്ദനായ അധ്യക്ഷൻ, ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ സഹപാഠി സുഹൃത്തുക്കളെ, എനിക്കിവിടെ ലഭ്യമായ വിഷയം ഫിഖിന്റെ കാലിക പ്രസക്തി എന്നതാണ്. പ്രിയമുള്ളവരെ, അള്ളാഹു പൊരുത്തപ്പെട്ട മതമാണ് ഇസ്ലാം. അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെയും തൊട്ടിൽ മുതൽ ചുടല വരെ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെയും വിശ്വാസ ആചാരങ്ങളെയും വളരെ സമഗ്രമായി പ്രതിപാദിച്ച മതമാണ്. സാഗര സമാനമായ അതിന്റെ ആഴങ്ങളിൽ നിന്നും ഒരു കുമ്പിളിൽ കോരിയെടുക്കാൻ കഴിവുള്ള അറിവുകളാണ് ഫിഖ് അഥവാ കർമ്മശാസ്ത്രം നമ്മുടെ മുന്നിലേക്ക് തുറന്നു വെക്കുന്നത്. ഖുർആനിന്റെയും ഹദീസിന്റെയും പശ്ചാത്തലത്തിൽ മനുഷ്യ ജീവിതത്തിലെ പ്രധാനപ്പെട്ട 4 മേഖലകളായ കർമ്മം, മോഹം, കാമം, ക്രോധം എന്നിവയെ നിയന്ത്രണ വിധേയമാക്കാൻ ഇബാദത്ത്, മുആമലാത്ത്, മുനാകഹാത്ത്, ജിനായത്ത് അഥവാ ആരാധനയും ഇടപാടുകളും വൈവാഹികവും സിവിൽ ക്രിമിനൽ നിയമങ്ങളും ഉൾക്കൊള്ളുന്ന ഇസ്ലാമിക് പീനൽ കോഡ് വരെ സമഗ്രവും കാലികവുമായി ചർച്ച ചെയ്യുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഒരു വിശ്വാസിയുടെ മതം, ശരീരം, സമ്പത്ത്, ബുദ്ധി, കുടുംബം എന്നിവയുടെ സുരക്ഷയാണ് ഫിഖിന്റെ അടിസ്ഥാന ലക്ഷ്യം. ഇതിനെ കർമ്മശാസ്ത്ര പണ്ഡിതർ വിളിക്കുന്നത് കുല്ലിയാത്തുൽ ഖംസ, 5 സേഫ്റ്റികൾ എന്നാണ്. ഇതുകൂടാതെ ആധുനിക കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെയും പേഴ്സണൽ അഫയേഴ്സിന്റെയും വിധിവിലക്കുകളെയും പരിശുദ്ധ ഫിഖ് ചർച്ചയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഫിനാൻസ് മുതൽ പീനൽ കോഡ് വരെ എന്തിനു പറയണം, പുതുതായി കണ്ടുപിടിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ അതിന്റെ ഉപയോഗത്തിൽ നിന്നും മനുഷ്യൻ ഉണ്ടാക്കുന്ന ഉപകാരത്തെയും ഉപദ്രവത്തെയും അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പുതുതായി കണ്ടുപിടിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ അതിന്റെ ഉപയോഗത്തിൽ നിന്നും മനുഷ്യൻ ഉണ്ടാക്കുന്ന ഉപകാരത്തെയും ഉപദ്രവത്തെയും അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മൾട്ടി ടാസ്കിന്റെ അഥവാ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാൻ കഴിവുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് 1992 നീൽ സ്റ്റീഫൻ എന്ന നോവലിസ്റ്റ് സ്നോ ക്രാഷ് എന്ന നോവലിലൂടെ ലോകത്ത് ആദ്യമായി കഥ പറയുമ്പോൾ ഡിജിറ്റൽ റിയാലിറ്റിയിൽ അഥവാ ഹഖീഖത്തെ റഖമിയയിൽ AI ക്യാമറ സ്വപ്നം മാത്രമായിരുന്നു. എന്നാൽ ഇന്നത് ഒരു ആലത്ത് പോലെ, ടൂൾസ് പോലെ മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുന്നു. കത്തി ഉപയോഗിച്ച് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുമ്പോൾ ഫിഖ് അടിസ്ഥാനപരമായി നിർദ്ദേശിക്കുന്ന ഉപകാരം മാത്രമോ ഉപദ്രവത്തേക്കാൾ ഉപകാരമോ ഉള്ളത് മാത്രം അനുവദനീയവും അല്ലാത്ത നിഷിദ്ധവും ആണെന്നുള്ള മസലുകളെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ആധുനിക പണ്ഡിതന്മാർ. പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിൽ ഒരു സുന്ദരിയായ മനുഷ്യൻ, അതിന്റെ പേര് സോഫിയ എന്നാണ്, ആ ഗവൺമെന്റ് പൗരത്വം നൽകിയ വാർത്ത നിങ്ങൾ ഏവരും കേട്ടിട്ടുണ്ടാകും. മനുഷ്യൻ ബിസ്മി ചൊല്ലിയർത്തത് ഭക്ഷിക്കാൻ കഴിയുമോ? അത് മുക്കല്ലഫ് അഥവാ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്ന പ്രായപൂർത്തിയുള്ള ബുദ്ധിയുള്ള മനുഷ്യരെ പോലെയാണോ? സ്വതന്ത്രനല്ലാത്ത അടിമയായ ഒരു മനുഷ്യരെ പോലെയാണോ? അതല്ല. അറബിന് ഉപയോഗിക്കുന്ന കത്തി പോലെ ഒരു ആയുധമാണോ? അതല്ല. സാധനങ്ങൾ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങളുടെ വിധിയാണോ എന്നൊക്കെ പുതിയ പണ്ഡിത തലമുറ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സമഗ്രമായ കാലികമായ ഇസ്ലാമിലെ ചെറിയൊരു അറിവ് വികസിക്കുമ്പോൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മമണ്ഡലത്തിൽ വ്യക്തിമുദ്ര പതിച്ച ഷാഫി, ഹനഫി, ഹംബലി, മാലികി മദ്ഹബുകളുടെ കർമ്മശാസ്ത്രജ്ഞകൾ ഇന്ന് സമൂഹത്തെ വിസ്മയിപ്പിക്കുകയാണ്. ബാങ്കിംഗ് ഇടപാടുകളും ഇൻഷുറൻസ് കമ്പനികളും എന്തിനു പറയണം, മനുഷ്യന്റെ ലൈംഗിക വൈകൃതങ്ങളെ അടയാളപ്പെടുത്തുന്ന LGBT അഥവാ ലെസ്ബിയൻ, ഗെയ്, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ വരെ ഇസ്ലാമിക ഫിഖിൽ ചർച്ച ചെയ്യപ്പെട്ടു വരുന്നുവെങ്കിൽ അതിന്റെ കാലിക പ്രസക്തി എത്രയാണ്? അതുകൊണ്ട് പുതിയ വിദ്യാർത്ഥി തലമുറയോട് പറയാനുള്ളത്, സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഗെയിം കളിച്ചും റമ്മി കളിച്ചും ജീവിതം അവസാനിപ്പിക്കേണ്ടവരല്ല നാം. പരിശുദ്ധ ഇസ്ലാമിന്റെ സമഗ്രമായ ആശയങ്ങളെയും കർമ്മങ്ങളെയും സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നതിന് സോഷ്യൽ മീഡിയകളിൽ വെച്ച് തന്നെ പരിഹാരം കണ്ടെത്തുന്നതിന് നാം തയ്യാറാകണമെന്ന് മാത്രം പറഞ്ഞ് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.